ഞാൻ ഷാരോൺ പനക്കൽ, എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കോട്ടുപള്ളി ഡിവിഷൻ മെമ്പറാണ്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ചെമ്മായം പുഴ. ഒരു 5 വർഷക്കാലം മുമ്പ് ഞാൻ ഈ പുഴയിൽ ഇറങ്ങി നിന്ന് സമരം ചെയ്തതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് 2018 പ്രളയശേഷം നമ്മുടെ ഈ പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മെക്കലും എല്ലാം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിയത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ പ്രളയകാലശേഷം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ പുഴയോരത്ത് താമസിക്കുന്ന വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമാണ്. സാധാരണയായി മഴക്കാലത്താണ് വീടുകളിലെല്ലാം വെള്ളം കയറുന്നത്. പക്ഷേ നമ്മുടെ ഈ തീരദേശ ഗ്രാമങ്ങളിൽ ജാനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ വേലിയേറ്റ വെള്ളപ്പൊക്കം എന്നുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ തീരദേശത്ത് താമസിക്കുന്ന വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ 2025 ഈ വേലിയേറ്റ വെള്ളപ്പൊക്കം ഏറ്റവും രൂക്ഷമായിട്ട് നമ്മുടെ നാടിനെ ബാധിച്ചത്. ഈ വേലിയേറ്റ വെള്ളപ്പൊക്കം കൊണ്ട് ബാധിക്കപ്പെടുന്നത് ഈ ജനങ്ങളുടെ ഒരു ജീവിതം തന്നെയാണ്. ഒരു ശൗചാലയത്തിൽ പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് തീരദേശത്തെ ഈ ജനതയ്ക്കുള്ളത്. പലരും വീട് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇത് ദേശീയ ദുരന്ത നിവാരണ പദ്ധതികളിലൊന്നും പെടാത്തത് കൊണ്ട് തന്നെ ഈ വീടുകളിൽ വെള്ളം കയറി അവരുടെ ആ ഒരു സ്വൈരജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഈ പ്രതിഭാസത്തിന് യാതൊരു വിധത്തിലുള്ള നഷ്ടപരിഹാരങ്ങളും നൽകാനായിട്ട് സർക്കാരിന് യാതൊരുവിധ പ്രൊവിഷനും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്കറിയാം, ഈ പറവൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പറവൂരായാലും കൊച്ചിയായാലും വൈപ്പിനായാലും എല്ലാം തീരദേശ ഗ്രാമങ്ങളാണ്, വെള്ളത്താൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ ഗ്രാമങ്ങളിലെല്ലാം തന്നെ 30% വരുന്ന ഒരു ജനവിഭാഗം അടുത്ത 10 വർഷക്കാലത്തിനുള്ളിൽ ഈ ഗ്രാമങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് പോവേണ്ട ഒരു സാഹചര്യം തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഗ്രാമങ്ങളെല്ലാം തന്നെ എടുക്കുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇതുകൊണ്ട് മാറേണ്ടി വരുന്നൊരു സാഹചര്യം വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ ഗ്രാമങ്ങളിലെല്ലാം തന്നെ കൂടുതലും മത്സ്യത്തൊഴിലാളികളാണുള്ളത്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മുൻപെല്ലാം ഈ പുഴയിലെല്ലാം ഒരു 4 അടി താഴ്ച ഈ നടുഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 2 ആൾ താഴ്ചയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെമ്മായം പുഴയിലൊക്കെ നടുഭാഗത്തുള്ളത്. ഇവിടെ കക്ക വാരുന്ന തൊഴിലാളികളുണ്ട്, ചെമ്മീൻ പിടിക്കുന്ന തൊഴിലാളികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള മത്സ്യത്തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം ഈ പുഴയിലെല്ലാം മത്സ്യസമ്പത്ത് വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അപ്പോൾ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇന്ത്യയിലെ തന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിൽ ഇക്കിനോട്ടുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദുരന്ത നിവാരണ നിയമം ഇത്തരത്തിൽ ഈ വേലിയേറ്റ വെള്ളപ്പൊക്കത്തിനും ബാധകമാക്കണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം നമ്മുടെ നാട് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ് ഈ വേലിയേറ്റ വെള്ളപ്പൊക്കം കൊണ്ടുണ്ടാകാൻ പോകുന്നത്. റൈറ്റ് ടു ലൈഫ്, ഒരു മനുഷ്യന് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ്. അപ്പോൾ ഇതുമായി സഹകരിക്കുന്ന ഇക്കിനോട്ടിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ചുരുക്കുന്നു.